കേന്ദ്ര ധനസഹായം ലഭിച്ചതോടെ തൃശ്ശൂരിലെ പുലികളി സംഘങ്ങൾ വലിയ ആവേശത്തിലാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുലികളി സംഘങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നത്. ഈ വർഷം 25 ലക്ഷം രൂപ അനുവദിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചിട്ടുള്ളത്. 9 സംഘങ്ങളിലായി 459 പുലികളാണ് ഇക്കുറി ഓണാഘോഷത്തിൽ തൃശൂർ നഗരത്തെ വിറപ്പിക്കാൻ ഇറങ്ങുക. എന്തായാലും ഈ വാർത്തയുടെ വിവരങ്ങൾ സാനു കെ സജീവ് നൽകും. സാനു, അങ്ങനെ വളരെ ആവേശത്തിലാണ് ഇത്തവണ പുലികളി സംഘങ്ങൾ ഇറങ്ങുമ്പോൾ അവർക്ക് ഇരട്ടി മധുരമാണ് അല്ലേ രാഖി? എന്തായാലും ഇതിനിടയിൽ നിന്ന് ഇതുവരെ ഒരു സഹായം ഇതിനു മുൻ സർക്കാരുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷേ സുരേഷ് ഗോപി അത്തരം ഒരു ഉറപ്പ് നൽകിയിരുന്നു, അത് നടപ്പിലായി എന്നുള്ളതാണ്. അതിനിടയ്ക്ക് സുരേഷ് ഗോപി അത് പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറെ വിമർശനങ്ങൾ ഉയർത്താൻ പലരും ശ്രമിച്ചിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി ഇന്നലെ ചൂണ്ടിക്കാട്ടിയൊരു കാര്യം, ഈ ഫണ്ട് എന്ന് പറയുന്നത് മോദിയുടെയോ അമിത്ഷായുടെയോ സുരേഷ് ഗോപിയുടെയോ വീട്ടിൽ നിന്നുള്ളതല്ല എന്നുള്ള കാര്യം പ്രത്യേകം അദ്ദേഹം ഓർമ്മിച്ചിരുന്നു. എന്തായാലും പുലികളി സംഘങ്ങൾ ഇത്തവണ ഇരട്ടി ആവേശത്തിലാണ് അല്ലേ സാനു? തീർച്ചയായിട്ടും പുലികളി സംഘങ്ങൾക്ക് വലിയ ആവേശമാണുള്ളത്. ആവേശത്തിന് പ്രധാന കാര്യം തന്നെ സുരേഷ് ഗോപിയുടെയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള സാമ്പത്തിക സഹായം തന്നെയാണ്. ഈ പുലികളി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു ഇനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ചെലവ് വരുന്നൊരു ഇവന്റിന് ഒരു ലോകം മൊത്തം കാത്തിരിക്കുന്ന തൃശ്ശൂർ ലോകത്തിന് സംഭാവന ചെയ്ത ഒന്നാണ് പുലികളി. ആ പുലികളിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് 24 ലക്ഷം രൂപയാണ് 8 പുലികളി സംഘങ്ങൾക്കായിട്ട് ഇന്നലെ വിതരണം ചെയ്തിട്ടുള്ളത്. 8 പുലികളി സംഘങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം 2025 ഈ ഫണ്ട് അനുവദിച്ചത്. 2025 ലഭിക്കേണ്ട ഫണ്ട് അത് ചില രാഷ്ട്രീയ ഇടപെടലുകളെ തുറന്ന് അത് ലഭിക്കാതെ പോകുന്നു. അദ്ദേഹം ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഇന്നലെ വ്യക്തമാക്കിയതാണ്. തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു പോയ ഒരു മന്ത്രി MLA അതിന് വേണ്ടിയിട്ട് തടസ്സങ്ങൾ സൃഷ്ടിച്ചു എന്ന് തന്നെ പറഞ്ഞതാണ്. എന്തായാലും ഈ വർഷം അതിൽ കൂടുതൽ ഫണ്ട് 25 ലക്ഷം രൂപ, കഴിഞ്ഞ വർഷം 24 ആണെങ്കിൽ ഇക്കുറി 25 ലക്ഷം രൂപ അനുവദിക്കുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള പുലികളി സംഘങ്ങൾക്ക് ഫണ്ടൊക്കെ അനുവദിക്കുന്നതിന് വേണ്ടി പിന്നിൽ നിന്ന് പ്രവർത്തിച്ച, ഒപ്പം സുരേഷ് ഗോപിക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയുണ്ട്. BJPയുടെ തൃശ്ശൂർ കോർപ്പറേഷനിലെ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടുള്ള രഘുനാഥ് സി മേനോനാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പുലികളിക്ക് ഫണ്ട് കിട്ടാതെ വന്ന സമയത്ത് ആ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഈ ഒരു ഇടപെടൽ, ഈ രാഷ്ട്രീയ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്? എന്തായിരുന്നു ആ ഒരു തടസ്സത്തിന് കാരണം? തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ പേരിലും തൃശ്ശൂരിലെ പുലിക്കളിയുടെ പേരിലാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ആരാധനായ തൃശ്ശൂരിൻ്റെ MP യും കേന്ദ്രമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി വലിയൊരു വേട്ടയാടലാണ് നടത്തപ്പെട്ടുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ പ്രതിരോധികളും അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഭയങ്കരമായിട്ട് വേട്ടയാടി. കാരണം അദ്ദേഹം MP ആയതിനു ശേഷം, കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ആ തൃശ്ശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് ഒരു നവോന്മേഷം നൽകുന്നതിന് വേണ്ടി അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് 3 ലക്ഷം രൂപയാണ് കേന്ദ്ര ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അദ്ദേഹം അനുവദിച്ച് നൽകിയത്. പക്ഷേ അത് കഴിഞ്ഞ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ സർക്കാരിലെ ഉദ്യോഗസ്ഥരുടെയും വീഴ്ച മൂലം അത് ഒരുപാട് വൈകിക്കാൻ കാരണമായി. അതിനൊക്കെ വഴി കേട്ടത് ആരാധനായ കേന്ദ്രമന്ത്രിക്കാണ്. പക്ഷേ അതിന് സമാപ്തി കുറിച്ചുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ ഇന്നലെ എത്തി എല്ലാ പുലിക്കളി സംഘങ്ങൾക്കും 8 പുലിക്കളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതം 24 ലക്ഷം രൂപ അനുവദിച്ചു. അത് ഈ വർഷം 25-26 കാലഘട്ടത്തിലേക്ക് മാറിയപ്പോൾ അത് 25 ലക്ഷമാക്കിയിട്ട് ഉയർത്താനും വരും വർഷങ്ങളിൽ അദ്ദേഹം അത് 50 ലക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി നടത്തുമെന്ന് അദ്ദേഹം ഇന്നലെ പുലിക്കളി സംഘങ്ങൾക്ക് ഒരു ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പുലികളിക്ക് സർക്കാരിൻ്റെ സഹായമൊക്കെ കിട്ടുന്ന അവസരത്തിൽ ഇനി കൂടുതൽ സംഘങ്ങളൊക്കെ ഈ ഒരു പുലികളിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. കാരണം കഴിഞ്ഞ വർഷം 8 ആയിരുന്നു, ഇത്തവണ 9 ആയി. തീർച്ചയായും കൂടുതൽ സംഘങ്ങൾ പറയാം. ഒരു കാലഘട്ടത്തിൽ 22ഉം 23ഉം പുലിക്കളി സംഘങ്ങൾ തൃശ്ശൂരിലുണ്ടായിരുന്നു. സാമ്പത്തിക ബാധ്യത മൂലമാണ് അവരൊക്കെ തന്നെ പുറകിലേക്ക് പോയത്. പക്ഷെ ആ 9ൽ നിന്നും വീണ്ടും 18ലേക്കും 25ലേക്കും എത്തിക്കാൻ കൂടുതൽ സംഘങ്ങളെ, കൂടുതൽ ചെറുപ്പക്കാരെ ഈ മേഖലകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ 50,000 പ്രഖ്യാപിച്ചിട്ട് ഇത്രയും കാലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂട്ടുമെന്ന് ഇവിടുത്തെ MLA പറയുന്നുണ്ട്. എത്രത്തോളം അത് കൂടുതൽ ലഭിക്കുമെന്ന് അറിയില്ല. പക്ഷേ ലഭ്യമാകട്ടെ എന്ന ആഗ്രഹം കൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പുലിക്കളി സംഘങ്ങൾക്ക് കൂടുതൽ നവോന്മേഷം പകരാൻ ഇത്തരം സഹായങ്ങൾ കേന്ദ്രത്തിൻ്റെയും സർക്കാരിൻ്റെയും കോർപ്പറേഷനൊക്കെ സഹായം വന്നാൽ മാത്രമാണ് ഇത്തരം പുലിക്കളിയും കുമ്മാട്ടിയൊക്കെ നവോന്മേഷത്തോട് വീണ്ടും രംഗത്തിറങ്ങുള്ളൂ. അവസാനമായിട്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയവർ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഫണ്ടുണ്ടോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ പലവാണ്. ഒരിക്കലുമില്ല. അത് ആകെ എന്നും പഴി കേൾക്കാൻ കേന്ദ്ര സർക്കാരും സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ. പക്ഷെ സുരേഷ് ഗോപി MP ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ ട്രസ്റ്റിൽ നിന്നും 50,000 രൂപ 2 പ്രാവശ്യം നൽകിയിട്ടുണ്ടായി. അദ്ദേഹം MP ആയതിനു ശേഷം അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗത്ത് സഹായം മേടിച്ചു കൊടുത്തു. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ സഹായം കൂട്ടുന്നതിന് വേണ്ടി ഇവിടുത്തെ ഒരാളും സംസാരിച്ചില്ല. അതിനുവേണ്ടി ഒരു മാധ്യമങ്ങളും ശ്രമിച്ചില്ല എന്നുള്ളത് വലിയൊരു അപവാദം തന്നെയാണ്.
അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പുലികളിക്ക് ഫണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച പല ആളുകളെയും ഇന്നലെ സുരേഷ് ഗോപി ഫണ്ട് കൊടുക്കുന്ന സമയത്ത്, ചെക്ക് കൈമാറുന്ന സമയത്ത് ആ ഒരു വേദിയിൽ കണ്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം വലിയ പ്രതിഷേധമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഉയർത്തിയവരാണ് അവർ. CPM-ൻ്റെയും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് പിന്തുണ നേടിക്കൊണ്ട് വന്ന് പ്രതിഷേധം ഉയർത്തിയവരാരും ഇന്നലെ ഈ ഫണ്ട് കൊടുക്കുന്ന വേദിയിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല 25 ലക്ഷം രൂപയാണ് ഇക്കുറി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും വർഷങ്ങളിൽ 50 ലക്ഷം രൂപ വരെ ആക്കി ഉയർത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.